തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് തലസ്ഥാനം. അത്തരം അഭിപ്രായ സർവേകൾ നടക്കുന്ന പ്രധാന ഇടമാണ് സലൂണുകൾ. ഇത്തവണ സലൂൺ രാഷ്ട്രീയ ചർച്ചകൾ കണ്ടുവരാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകളാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത്. നമ്മളിന്ന് ഫെയർ സലൂണിലാണുള്ളത്. ഇന്നത്തെ വോട്ടർ സ്റ്റോക്കിൽ സലൂണിലെ രാഷ്ട്രീയ ചർച്ചകൾ എന്തൊക്കെയെന്നത് നോക്കി വരാം. തെരഞ്ഞെടുപ്പ് പൾസ് എങ്ങനെയായിരിക്കും? ശരിക്കും ഞാൻ ഒരു പാർട്ടിയെയും വിശ്വസിക്കാത്ത ഒരാളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹെയ്റ്റ് ചെയ്യുന്നൊരു ആളാണ്. മനസ്സിലായി, രാഷ്ട്രീയത്തിന് എനിക്ക് ഒരു താല്പര്യമില്ല. കാര്യം ഏത് പാർട്ടി ഇരുന്ന് കഴിഞ്ഞാലും അവരെ ഡെവലപ്പ് ചെയ്യുന്നതല്ലാതെ നമ്മളൊക്കെ ടാക്സ് ഹൈലി പെയ്ഡ് ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ്. നമുക്കൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ആര് മുന്നേറുമെന്ന് തോന്നുന്നത്? തരൂർ വരണം എന്നാണ് ആഗ്രഹം. കേന്ദ്രത്തിലേക്ക് വരികയാണെങ്കിൽ BJP സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തും. അതിനാണ് സാധ്യത. പക്ഷേ എൻ്റെ പേഴ്സണലിയുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരു മാറ്റം വേണം. മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നല്ലൊരു പ്രതിപക്ഷ സംഘമല്ല ഇപ്പോൾ കേന്ദ്രത്തിലുള്ളത്. ആ ഒരു വിമർശനം ശ്രദ്ധിക്കാറുണ്ട്. അതൊരു സത്യമാണ്, നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യം തന്നെയാണ്. നമ്മുടെ പ്രതിപക്ഷം സ്ട്രോങ് അല്ല. ബട്ട് എന്നിരുന്നാലും എൻ്റെ പേഴ്സണലൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു മാറ്റം അനിവാര്യമാണ്. കോൺഗ്രസ് ഒട്ടും ശക്തമല്ല. കേരളത്തിലാണെങ്കിലും ശരി, ഇന്ത്യയിലാണെങ്കിലും നമുക്കൊരു നേതൃത്വ നിരയിലേക്ക് പിന്നീട് ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമുക്കൊരു ലീഡർ എന്നുള്ള നിലയിൽ ശക്തമായിട്ട് ആരെങ്കിലും വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആര് അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗം ഭരണം മോശമാണെന്നാണ് പറയുന്നത്. പെട്രോളിൻ്റെ വിലയായാലും സാധനങ്ങളുടെ വിലയായാലും എല്ലാം നമുക്ക് താങ്ങാൻ പറ്റുന്നതിലധികമാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിൽ. ഒരു മാറ്റം വേണ്ടേ? ആര് വന്നാലും ഇതിൽ തന്നെയാണ് അവസ്ഥ. കേന്ദ്രത്തിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും BJP സർക്കാർ തന്നെ മുന്നേറുമെന്ന് BJP തന്നെ അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കാര്യമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പറയില്ല, പക്ഷേ ഐഡിയോളജിക്കലി ഇന്ത്യ സഖ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് BJP തന്നെ എന്ന് പറയുന്നത്? പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ത്യ സഖ്യമൊക്കെ രൂപീകരിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തോന്നുന്നില്ല. BJP തന്നെ വരും, വേറെ ആയിരിക്കും. തീർച്ചയായും BJPയുടെ 2 തവണ കേന്ദ്രം ഭരിക്കുകയാണ്. ഭരണ മികവ് തന്നെയല്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നത്? അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളും ഇതും ചെയ്തെന്ന് തോന്നുന്നു. ഭരിക്കുന്ന പാർട്ടി അഴിമതി സർക്കാരാണെന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രതിപക്ഷം പ്രതിരോധിക്കുന്നത്. അവർ അഴിമതിയൊന്നും ചെയ്തില്ല. ഇപ്പം കേജ്രിവാൾ എന്തിനാണ് ഇവിടെ അകത്ത് കിടക്കുന്നത്? അവർ ചെയ്തിട്ടില്ല. കേജ്രിവാൾ അകത്ത് പോയത് അഴിമതി ചെയ്തിട്ടില്ല. അല്ലാതെ ഇത്തവണ BJP തന്നെ മുന്നേറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ ജയിക്കണമെന്നാണ് പ്രതീക്ഷ. ആരാണെന്ന് BJPയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് തന്നെ മുന്നേറും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പറയുന്നത് സാധ്യതയുണ്ട്. തോന്നുന്നില്ല. 2 തവണ ഇപ്പോൾ BJP സർക്കാരാണ് അധികാരത്തിൽ വന്നത്. മൂന്നാമതും BJP വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും. കാരണം ഭരണത്തിന് ഓരോ ഇതിലും നമുക്ക് ഓരോ വികസനം കാണുമ്പോഴും നമുക്കറിയാമല്ലോ അവരുടെ സർക്കാരിൻ്റെ എല്ലാ തരത്തിലും ഒരു അഴിമതിക്കെതിരായും മറ്റ് വികസനം അതുപോലെ എവിടെയൊക്കെ നമുക്ക് വേക്കൻസീസ്
ജോബിൻ്റെ ക്രിയേറ്റ് ചെയ്ത് അതാണ് ഏറ്റവും പുതുതലമുറയ്ക്ക് ആവശ്യം. അപ്പം നല്ല രീതിയിൽ ഒരുപാട് നമുക്ക് തന്നെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും അവർ തന്നെ വരും എന്ന് എൻ്റെ പ്രതീക്ഷ. തന്നെ പ്രതിപക്ഷത്തെ വാമൂടി കെട്ടുകയാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന പ്രധാന കാരണം. അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, പ്രചരണത്തിനിറങ്ങാൻ അവർക്ക് പൈസ ഇല്ലാണ്ടാകുന്നു, അതോടൊപ്പം തന്നെ കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ഇതൊക്കെയും അവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളാണ്. എന്താണ് ഇതിലൊക്കെ തോന്നുന്നത്? ഇതിനെപ്പറ്റി എനിക്ക് വളരെ അതിനകത്ത് ഈ നോളേജ് എനിക്കില്ല ഇതിനെപ്പറ്റി. പക്ഷേ എന്ത് തന്നെ ഇനിയിപ്പം ഇപ്പോൾ പ്രതിപക്ഷം എന്തൊക്കെ ആരോപണം ചുമത്തിയാലും നമുക്ക് ഒരു സാധാരണ നിലയിൽ നമ്മളിന്ന് ഒരു പത്രം വായിക്കുന്നുണ്ട്, ഒരു TV കാണും. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇവരുടെ ഭരണം കുറച്ചും കൂടെ നമ്മുടെ രാഷ്ട്രത്തിന് വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അഴിമതിക്കെതിരായിട്ടാണ് ഇതുവരെയും അവർ നിന്നത് ഇത്രയും വർഷം. അതുകൊണ്ട് അവർക്ക് എന്ത് ഇത് പറഞ്ഞിരുന്നാലും ഇവരുടെ ഭരണം തീർച്ചയായും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിൽ ചെയ്യുന്ന അവരുടെ ഭരണ മികവ് തന്നെയല്ലേ? തീർച്ചയായും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നല്ല, അവർ തന്നെ വരുവാണെങ്കിൽ ഇനിയും മാറ്റങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വരുവാണെങ്കിൽ നല്ലതാണ് വീണ്ടും വരുന്നത്. തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ്, ആര് മുന്നേറുന്നതുകൊണ്ട് അങ്ങനെയില്ല, നല്ല ഏതെങ്കിലും എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. പിന്നെ പാർട്ടി അങ്ങനെയൊന്നുമില്ല. BJP തന്നെ മൂന്നാമതും വരുമെന്ന് തോന്നുന്നു. നല്ലൊരു പ്രതിപക്ഷമില്ലാത്തതാണോ BJP ഇങ്ങനെ മുന്നേറാൻ കാരണം? പ്രതിപക്ഷം ഇല്ല. 3 പേരും കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. 3 പേരും നാടിന് നല്ലത് ചെയ്യുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത്. നിലവിലുള്ള ഭരണം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സർക്കാർ ഇനിയും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. ഏറ്റവും മികച്ച ഭരണകൂടം തന്നെ വരയ്ക്കാനാണ്. ഏതായാലും വലിയ രീതിയിലുള്ള അഭിപ്രായ സർവേകളാണ് നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ നിന്നും കേട്ടിരിക്കുന്നത്. ഏതായാലും 2 രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. BJP സർക്കാർ തന്നെ മുന്നേറുമെന്ന് പറയുന്നുണ്ട്, എന്നാൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന കുറേ പേരും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും ഇലക്ഷൻ പൾസ് എന്നുള്ളത്. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം ബാലസമരോജ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.